വേട്ടയ്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് തനിക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ലെന്ന് നടൻ അലൻസിയർ. ഒരു ദിവസം മാത്രമാണ് ഷൂട്ട് ഉണ്ടായിരുന്നതെന്നും രജനീകാന്തിനും അമിതാഭ് ബച്ചനുമൊപ്പം അഭിനയിക്കാൻ സാധിക്കുമെന്ന ആഗ്രഹത്തിലാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് നൽകിയതെന്നും അലൻസിയർ പറയുന്നു. നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ പ്രസ് മീറ്റിലാണ് നടന്റെ വെളിപ്പെടുത്തൽ. അലൻസിയറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിഞ്ഞിരുന്നു. നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യമൊക്കെ ചോദിച്ചു. എന്നാൽ ഞാൻ വേട്ടയ്യനിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? രജനീകാന്ത്, അമിതാഭ് ബച്ചൻ എന്നിവർക്കൊപ്പം ഞാൻ അഭിനയിച്ചു. മുംബൈ വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നാണ് എന്നെ കൊണ്ടുപോയത്. ഒരു തുറന്ന പുസ്തകം പോലെ പറയുകയാണ്. എനിക്കൊരു രൂപ ശമ്പളം പോലും കിട്ടിയിട്ടില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസവും തന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് തമിഴിൽ എനിക്ക് വേഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. അമിതാഭ് ബച്ചനും രജനീകാന്തും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണമെന്ന് മോഹിച്ചു മാത്രമാണ് പോയത്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ തമിഴ് കീഴടക്കണമെന്നോ എനിക്ക് താല്പര്യമില്ല. ഞാൻ ജഡ്ജി വേഷവും കെട്ടി ചേംബറിൽ ഇരിക്കുമ്പോൾ ഒരു വശത്തെ രജനി സാറും അപ്പുറത്തിരിക്കുന്നത് അമിതാഭ് ബച്ചൻ സാറുമാണ്. എനിക്ക് ഷോട്ടില്ല. ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. പറന്നുപോകുന്ന ഹെലികോപ്റ്ററിനെയൊക്കെ കയറുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ പ്രീ ഡിഗ്രി സമയത്ത് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ആകെ ഒരു ദിവസം മാത്രമായിരുന്നു എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. രജനി സാർ അപ്പോൾ പെർഫോം ചെയ്തു. ബോഡി ലാംഗ്വേജ് കൊണ്ട് പെർഫോം ചെയ്ത് കോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് സീൻ. പിന്നെ അടുത്തയാളുടെ പെർഫോമൻസ് ആണ്. ഒരു സിംഹം ഗർജിക്കുന്നത് പോലെ അമിതാഭ് ബച്ചന്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. കാരണം എനിക്ക് ഇത്രയ്ക്ക് സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് അറിയില്ല. ഗാംഭീര്യമുള്ള ശബ്ദവുമില്ല. ഞാനിവിടെ ദിലീഷ് പോത്തന്റെ കൂടെയും ശരണിന്റെ കൂടെയും രാജീവ് രവിയുടെ കൂടെയും മര്യാദയ്ക്ക് അഭിനയിച്ചു നടന്നുകൊള്ളാം. ഇതായിരുന്നു അലൻസിയറിന്റെ വാക്കുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.